നമസ്കാരം, പി കെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന റവ റോൾ ഉണ്ടാക്കാം. അതെങ്ങനെ, അതിലുള്ള വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം നോക്കാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം, പച്ചമുളക് 3, ഇഞ്ചി കഷ്ണം, ആവശ്യത്തിന് ഉപ്പ്, ക്യാരറ്റ്, സവാള 2, പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ, കോൺഫ്ലവർ, ഇത് ഉരുളയിലേക്ക് അതിൻ്റെ മുകളിൽ പുരട്ടാൻ വേണ്ടിയിട്ട് റവ, വേവിക്കാൻ വെളിച്ചെണ്ണ. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായി നന്നായിട്ട് പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും സവാളയും നന്നായിട്ട് അരിഞ്ഞ് പൊടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു. ഇനി തൊലി കളഞ്ഞ ഇതെല്ലാം നല്ല നൈസായിട്ട് ചോപ്പറിലിട്ടിട്ട് നൈസായിട്ട് മുറിച്ചെടുക്കാം. ചോപ്പറിലിട്ടു. ഇനി അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായി നൈസായിട്ട് പൊടിച്ചെടുത്തു. ഇനി വേവിച്ച ഉരുളക്കിഴങ്ങും നന്നായി ഉടച്ച് ഇതും കൂടി മിക്സ് ചെയ്യും. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഈ വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പേസ്റ്റ് സ്വല്പം ഉപ്പ് ചേർക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റവ റോളിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന മിശ്രിതം റെഡിയായി. ഇനി നമുക്ക് കോൺഫ്ലവറും മൈദയും പേസ്റ്റ് ഉണ്ടാക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി മാറ്റാം. പേസ്റ്റ് റെഡിയായി. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള ഇവിടെ മിശ്രിതം ഒരു റോൾ രൂപത്തിലാക്കുക. റോൾ രൂപത്തിലാക്കിയതിന് ശേഷം ഈ പേസ്റ്റിൽ മുക്കിയെടുക്കുക. പേസ്റ്റിൽ മുക്കിയെടുത്തിട്ട് അത് അതിനെ നമ്മൾ റവയുടെ ഇതിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ആ റവ റോള് അതിന് 4 പുറവും മുഴുവൻ റവ പുരണ്ടി വരും. അതിനുശേഷം നമ്മൾ പാനിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ആദ്യം അത് റോളാക്കിയിട്ട് കാണിച്ചു. ആദ്യം തന്നെ ഈ മിശ്രിതം ചെറിയ റോളുകളാക്കിയിട്ട് അതിനെ എടുത്തിട്ട് നമ്മുടെ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും മുക്കിയെടുത്തതിന് ശേഷം റവയിൽ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞു. നല്ല ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇതെല്ലാം പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് റവ റോൾ റെഡിയായി. വളരെ സ്വാദിഷ്ടമായ ഒരു 4 മണി പലഹാരമാണ് റവ റോള്. നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.